ഇപ്പോൾ ലാലി ജെയിംസ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് തവണ അവിടെ ഇവിടെയും കയറി നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അവസാനം ഗതിയില്ലാതെ വന്നപ്പോൾ അവർ ഒരു വ്യക്തിയെ നൂലും ഇറക്കി കൊണ്ടുവന്നു. ഒരൊറ്റ കാര്യം, ഈ പാർട്ടി നടപടി ഉണ്ടായാൽ ലാലി ജെയിംസ് പദവി രാജിവെച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ധൈര്യം കാണിക്കുമോ? അത് അത്രത്തോളം ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കോൺഗ്രസ്സുകാരി തന്നെ, അതിലൊരു സംശയമില്ല. അച്ചടക്ക നടപടി ഉണ്ടായാലും ഇവർ നാലാളല്ലല്ലോ സുഹൃത്തുക്കളെ ഇവിടെ പാർട്ടി എന്ന് പറയുന്നത്. ഇതിന് മേൽഘടകമുണ്ട്, ഇതിൽ അപ്പുറത്തിരിക്കുന്ന, അതായത് ഇവിടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിൻ്റെ ഗ്രൂപ്പാണ് ഇതിവിടെ കളിച്ചിട്ടുള്ളത്. റോളുണ്ട്. അത് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ നിന്ന് എങ്ങോട്ട് പോയി എങ്ങോട്ട് വന്നു ആർക്കൊക്കെ കൊടുത്തു ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അറിഞ്ഞുകൂടാ. ജയ്സ അത്തരം ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കേട്ട കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവരെ കൂടെ പോയിട്ടില്ല. എന്നെ 2-3 പേര് വിളിച്ചു. അവരെ വിളിപ്പിച്ചതാണ്. എന്നോട് പറഞ്ഞു ഇനി കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ട, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു ഉപദേശകരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ കൂടുതലായി മനസ്സ് തുറന്നിട്ടില്ല. ഞാൻ മനസ്സ് തുറക്കേണ്ട ഘട്ടം വന്നാൽ തീർച്ചയായും ആ മനസ്സ് ഞാൻ തുറക്കും. ആ മനസ്സ് തുറക്കുമ്പോൾ അതിന്റെ സ്റ്റെപ്പിനുള്ളിൽ നിന്ന് രാജൻ പല്ലന്റെ ചില രഹസ്യങ്ങൾ പുറത്തു വരും. അത് രാജൻ പല്ലൻ ഉൾപ്പെടെയുള്ള കൂടുതൽ അദ്ദേഹമാണ് ഇതിനകത്ത് കളിച്ചത്. അദ്ദേഹം ഒരു ചരട് വലിച്ചത് ഈ തൃശ്ശൂർ സീറ്റ്, നിയമസഭാ സീറ്റ് അദ്ദേഹത്തിന് വേണം. ഈ നിയമസഭാ സീറ്റ് രാജൻ പല്ലന് കിട്ടാൻ വേണ്ടി ഒരു ഹിന്ദു മേയറെ കൊണ്ടുവരാൻ പരമാവധി പരിശ്രമിച്ചു. ആ പരിശ്രമം വിഫലമായപ്പോൾ ഒരു സന്തുലിതാവസ്ഥ ഇവിടെ RC വേണമെന്ന് പറഞ്ഞു എന്നെ മുന്നോട്ട് വെച്ചു. എന്നെ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ വീണ്ടും ഇവരെ മറ്റൊരാളിലേക്ക് കടക്കുകയും, അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മേയറെ പഠിപ്പിക്കാൻ ട്യൂഷൻ മാസ്റ്റർമാരിവിടെ വേണ്ടി വരും. നിജി ജസ്റ്റിൻ എന്ന് പറഞ്ഞ മേയർക്ക് ട്യൂഷൻ കൊടുക്കേണ്ടി വരും. ട്യൂഷൻ കൊടുക്കുന്നതിലെ പ്രധാനപ്പെട്ട അധ്യാപകൻ ഒരുപക്ഷെ രാജൻ പല്ലനായിരിക്കും. അവർക്ക് ഈ 5 വർഷവും ഇനി റോൾ ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടാൻ വേണ്ടി അദ്ദേഹവും കാത്തിരിക്കുക. എന്തിനാ പരാതിപ്പെടണേ? അദ്ദേഹം ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ ശക്തമായി എതിർക്കും. കാരണം ഞങ്ങൾ അത്യാവശ്യം അദ്ദേഹം 5 വർഷ കൗൺസിലർ, ഞാൻ 4 തവണയായി. അദ്ദേഹം 5 തവണ, ഞാൻ 4ാം തവണ. അപ്പോൾ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾ ഞങ്ങളുണ്ട്. ട്യൂഷൻ മാസ്റ്റേഴ്സിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും. അല്ല, അത് വരട്ടെ, അത് വന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും തൃശ്ശൂരിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി അത് അതിന്റെ രൂക്ഷമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ലാലി ജെയിംസ് അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെ പണം വാങ്ങിയാണ് പദവി നൽകിയത് എന്ന് പറയുന്നു. നിജി ജസ്റ്റിന് ട്യൂഷൻ മാസ്റ്ററെ വേണ്ടിവരും. രാജൻ പല്ലനാണ് നിയമസഭാ സീറ്റ് തനിക്ക് വേണം എന്ന അർത്ഥത്തിൽ ഈ ചരട് വലിക്കൊക്കെ കൂട്ടുനിന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KC വേണുഗോപാലിനെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യ പ്രതികരണം നടത്തുന്നതെന്നാണ്. KC വേണുഗോപാലിന്റെ ഗ്രൂപ്പാണ് തൃശ്ശൂരിൽ കളിച്ചത് എന്ന് ലാലി ജെയിംസ് പറയുന്നു. എന്തായാലും നടപടിയിലേക്ക് പോകും DCC എന്നാണ് കരുതുന്നത്. നമ്മൾ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് VS അനു ചേരുകയാണ്. VS അനു, എന്തായാലും ഒരുപാട് പ്രതീക്ഷയോടെ BJP പ്രവർത്തകർ എത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അവർക്ക് ഏറ്റവും വലിയ വിജയമുണ്ടായി. ചരിത്രത്തിലാദ്യമായി ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ്. അവരുടെ നേതാക്കൾ ആ സന്തോഷത്തിൽ തന്നെ നിൽക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് എത്ര സമയം ഉണ്ട്? അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. ഇതിൽ ആരെങ്കിലും ഈ പറയുന്ന മേയർ സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്യുകയും മറ്റ് ഒരാൾ അത് പിന്താങ്ങുകയും വേണം. അതിനുശേഷമാണ് ഈ പറയുന്ന ബാലറ്റിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കടക്കുക. ഏതായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, ഇപ്പോൾ CPM കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മുതിർന്ന BJP അംഗമായിട്ടുള്ള അശോക് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കും. മേയർ സ്ഥാനത്തേക്ക് 3 പേരാണ് മത്സരിക്കുന്നത്. അതായത് ഇപ്പോൾ ആശാനാഥ് BJPയുടെ നേതാവ്, കഴിഞ്ഞ 2 തവണയായി കൗൺസിൽ അംഗമാണ്. അവരാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 50 സീറ്റാണ് NDAക്ക് അല്ലെങ്കിൽ BJPക്ക് ഉള്ളത്. ഒരു സ്വതന്ത്രം കൂടി പിന്തുണ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അവരുടെ വിജയം സുരക്ഷിതവുമാണ്. ഏതായാലും അല്പസമയത്തിനകം ഈ നടപടിക്രമങ്ങളൊക്കെ നടക്കും. നമുക്കറിയാം, കഴിഞ്ഞ 30-40 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIMന്റെ ഭരണത്തിലായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ മാറി
BJP ആദ്യമായി ഇങ്ങനെ ഒരു അല്ലെങ്കിൽ BJP ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും BJP മേയർ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന VV രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് ആശംസകൾ നേർന്നു എന്നുള്ള ഒരു വാർത്ത കൂടെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. ഇന്നിപ്പോൾ അല്പസമയം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കളക്ടർ എത്തുന്നു, നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുന്നു, കളക്ടർ എത്തിയിരിക്കുന്നു. ഇതിനിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VV രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിച്ചു എന്നുള്ളൊരു വാർത്ത കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. യുസൻ, അതോടൊപ്പം നേരത്തെ വലിയ തർക്കത്തിലേക്കൊക്കെ പോകും എന്ന് കരുതിയെങ്കിൽ കൂടി എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും കൊണ്ടുവന്ന് വളരെ ഒരു ഒത്തൊരുമയോടെയാണ് ഈ പോരാട്ടത്തിലേക്ക് പോകുന്നത് എന്ന് കാണിച്ചു തന്നെയായിരുന്നു BJPയുടെ ഈ മേയർ പ്രഖ്യാപനവും ഉണ്ടായത്. തീർച്ചയായും നമുക്ക് നേരത്തെ അറിയാം, മേയർ സ്ഥാനത്തേക്ക് VV രാജേഷാണോ ആർസിയിലേക്കാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ പാർട്ടിക്കാരനായ ഒരാൾ തന്നെ ഈ പറയുന്ന മേയർ സ്ഥാനത്തേക്ക് വരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണ്. മാത്രമല്ല നമുക്കറിയാം ഇന്നൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഈ കോർപ്പറേഷൻ മേയർ പോലെയുള്ള ഒരു സ്ഥാനത്തേക്ക് നയപരമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ജില്ലാ കളക്ടർ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലേക്ക് കൂടി പോവുകയാണ്. തൃശ്ശൂരിൽ ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, തൃശ്ശൂരിൽ ഇപ്പോൾ ലാലി ജെയിംസ് വിളിച്ചു പറയുന്നതൊക്കെ കോൺഗ്രസിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കാലത്തേക്ക് വരെയുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ്. വലിയ തരത്തിൽ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. തീർച്ചയായും രുചീഷ്, ലാലി ജെയിംസ് ഇപ്പോൾ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കങ്ങൾക്കിടയാക്കുന്ന കാര്യങ്ങളാണ്. രാജൻ പല്ലൻ, മുൻ പ്രതിപക്ഷ നേതാവും മേയറുമായ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. നിയമസഭാ സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി രാജൻ പല്ലൻ മെനഞ്ഞൊരു തിരക്കഥയാണ് ഇപ്പോൾ സംഭവിച്ചതെന്നും തന്നെ ഈ മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിന് പിന്നിൽ പ്രധാനപ്പെട്ട ആൾ രാജൻ പല്ലനാണ്. രാജൻ പല്ലൻ്റെ നേതൃത്വത്തിലും മറ്റും നടന്ന ചർച്ചകളും ഗ്രൂപ്പ് യോഗങ്ങളുമൊക്കെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് കാരണമെന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ലാലി ജെയിംസ് ഉന്നയിച്ചിട്ടുണ്ട്. KCയുടെ അറിവും സമ്മതപ്രകാരവും പ്രത്യേക താല്പര്യപ്രകാരവുമാണ് തന്നെ മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി നിജി ജസ്റ്റിനെ മേയറാക്കാൻ കാണിച്ച തീരുമാനങ്ങൾക്ക് പിന്നിലുള്ള കാരണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒട്ടേറെ നീക്കങ്ങൾ KC ഗ്രൂപ്പുകാരുടെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ നടന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. രാജൻ പല്ലൻ അടക്കമുള്ള ആളുകൾക്കെതിരെ ഈ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇവർ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. ഏതായാലും സംഘടനാ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ നടപടി ഉണ്ടെങ്കിൽ ആ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങൾ ഒന്നും പറയാനില്ല. ഈ 4-5 ആളുകൾ ചേർന്നതല്ല. കോൺഗ്രസിന്റെ നേതൃത്വം, ഉന്നതമായ നേതൃത്വമുണ്ട്, ഈ നേതൃത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേതൃത്വത്തിന് താൻ പരാതിയുമായി സമീപിക്കും. രാജൻ പല്ലനെതിരെ പരാതിപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ രാജൻ പല്ലൻ കോൺഗ്രസ് കൗൺസിലർമാർക്ക് ട്യൂഷൻ എടുക്കാൻ വരേണ്ട മുതിർന്ന അംഗവും മുൻ മേയർ എന്ന നിലയിൽ താരതമ്യേന പുതുമുഖങ്ങളായിട്ടുള്ള ആളുകളാണ് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ള ഈ മേയർ കൗൺസിലുള്ളത്. ഈ കൗൺസിലുള്ള ആളുകൾക്ക് രാജൻ പല്ലൻ എന്നുള്ള നിലയിൽ ട്യൂഷൻ എടുക്കാൻ വന്നാൽ അത് അനുവദിക്കില്ല. കോൺഗ്രസിന്റെ പ്രവർത്തകയായി തുടരും തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും മറുപടികളുമാണ് വിവാദങ്ങൾക്ക് ലാലി ജെയിംസ് അല്പം മുൻപ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ. ഈ സമയത്ത് മാധ്യമങ്ങൾക്ക് ഇതിനുള്ളിൽ ഈ കൗൺസിൽ ഹാളിനുള്ളിൽ പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് കഴിഞ്ഞു പോയത്. മേയർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. രാജൻ പല്ലൻ മുൻ മേയർക്കെതിരെ അടക്കം വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ലാലി ജെയിംസ് ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ മേയർ തെരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വ്യക്തിപരമായിട്ടുള്ള പിന്തുണയല്ല, പാർട്ടി എന്നുള്ള നിലയിൽ മാത്രമായിരിക്കും ഈ പിന്തുണ എന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മൾ മാധ്യമങ്ങൾ ഈ ഹാളിന് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വലിയ പ്രതിഷേധമാണ് തൃശ്ശൂരിലെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്.